ലോട്ടറി എടുക്കാൻ ആർക്കും വേണ്ട. 50 രൂപ പ്രൈസ് ആയതുകൊണ്ട് ആർക്കും ടിക്കറ്റ് വേണ്ട. 50 രൂപയാണ് ലാസ്റ്റ് പ്രൈസ് വരുന്നത്. ഈ 50 രൂപ കൊണ്ട് ഞങ്ങൾ ഈ പ്രൈസ് കിട്ടുന്ന 50 രൂപ നേരത്തേക്ക് 500 1000 ഒക്കെ അടിച്ചു വരുന്നപ്പോൾ 50 രൂപ ആക്കിയേക്കുക. ഞങ്ങളെ ചീത്ത പറയുക, ഈ 50 രൂപ ടിക്കറ്റും വെച്ചോണ്ട് ഇരിക്കണം ചോദിച്ചുകൊണ്ട് 10 പൈസ പ്രൈസ് മേടിക്കുന്നില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് മഴയും നനഞ്ഞ് എടുത്തുകൊണ്ട് വരുന്ന പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ട് കളത്താൽ ഞങ്ങൾക്കില്ലെന്നാണ് പറയണത്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഞാൻ മിക്കവാറും പണി നിർത്തി വീട്ടിൽ പോകേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം അതേ അവസ്ഥയിലേ ഇപ്പോൾ ഓരോ ദിവസം 1000 2000 ദിവസം പോയിക്കൊണ്ടിരിക്കുക, കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു നടപടി ഞങ്ങൾക്ക് ചെയ്തു തരണം. പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ? ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസും പിള്ളേരെ കൊണ്ട് എടുപ്പിക്കും. ഓരോ കൂപ്പൺ എടുത്തിട്ട് മെല്ലെ ഓരോ നമ്പർ എടുക്കാം പറ്റുമല്ലോ? അത് സർക്കാരിന് ചോദിക്കാൻ പറ്റുമല്ലോ? എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? എന്നാൽ ഈ കമ്പ്യൂട്ടറിൽ അവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടക്കുള്ളൂ. ഇപ്പം നിലവിൽ പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാൻ നമുക്കൊന്ന് കൃത്യമായിട്ട് അറിയാം. ഇത്ര കാപുട്യം ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രൈസ് ഇച്ചിരി കൂട്ടി കൊടുക്കണം. പ്രൈസ് കൂട്ടി കൊടുക്കണം. 50 എടുത്ത് കളയണം. ഈ കൂലിപ്പണിയും കഴിഞ്ഞ് വരുന്നവർ നോക്കുന്ന ഈ 50 വേണ്ടി വരുന്നതല്ല. മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് പ്രതീക്ഷിച്ച് എല്ലാവരും ഇരിക്കുന്നു. അതുവരെ തള്ളി നിൽക്കാൻ, അതുവരെ എങ്ങനെയും പിടിച്ച് നിൽക്കണമെന്നുള്ളവർ എല്ലാവരും പറയുന്നത്. നമ്മുടെ ഹോൾസെയിൽ കടയിലുള്ളവരും പറയുന്നത് അങ്ങനെയാണ്. അതുവരെ എങ്ങനെയെങ്കിലും നിൽക്കുക, 50 എന്തെങ്കിലും മാറ്റം വരും എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്നു. 100-ലും 50-ലും മാത്രം, അതും വളരെ കുറച്ച് പ്രൈസുള്ളൂ. പ്രൈസ് ഇല്ല. തേർഡ് പ്രൈസ് കോട്ടയത്തിനുണ്ടല്ലോ പ്രാവശ്യം. എവിടെയാണെന്നല്ല അറിയത്തില്ലല്ലേ? കൊല്ലം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊല്ലം. നമ്പർ എല്ലാം 19-ലാണ് തുടങ്ങണേ. ഫാൻസി നമ്പർ വരില്ലല്ലേ? ആളുകൾ പറയുന്നുണ്ട് ഇതെന്തോ അഡ്ജസ്റ്റ്മെന്റ് ഒത്തുകളിയാണെന്നൊക്കെ. എല്ലാം DC 19, DA 19, DF 19, എല്ലാം 19 വെച്ച് കറക്റ്റ് മെഷീനിൽ എങ്ങനെ അങ്ങനെ വീഴണമെന്നല്ലേ? വീഴല്ല. മനസ്സിലാവും. ഒറ്റ ജില്ല അല്ലേ? ഓക്കെ എടാ ഒരു സെക്കൻഡ് വന്നേ ചേട്ടാ. അപ്പോഴേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് 40 രൂപയിൽ നിന്ന് 50 രൂപയായിട്ട് കൂട്ടിയായിരുന്നു മെയ് 2 മുതൽ. അതിനുശേഷം കച്ചവടം എങ്ങനെയുണ്ട്? കാരണം പ്രൈസ് കൂട്ടിയത് മാത്രമല്ല, പ്രൈസ് ഘടനകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ മാറ്റി. 2000 ഒക്കെ എടുത്ത് കളഞ്ഞു, 5000 കുറച്ചു, പിന്നെ 50-ൻ്റെയും 100-ൻ്റെയും ഒരുപാട് പ്രൈസ് വന്നു. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ലോട്ടറി വ്യവസായം അല്ലെങ്കിൽ ചേട്ടൻ്റെ കച്ചവടമൊക്കെ എന്തെങ്കിലും മെച്ചമായോ? എനിക്ക് യാതൊരു മെച്ചമില്ല. ഇത് ഡിഗ്രി ഞാൻ വളരെ കുറവാണ്. അതായത് നിറഞ്ഞു കിടക്കുന്ന ഡിഗ്രി അതല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രൈസ് ഇച്ചിരി കൂട്ടി കൊടുക്കണം. പ്രൈസ് കൂട്ടി കൊടുക്കണമെന്ന് 50 എടുത്ത് കളയണം. ഈ കൂലിപ്പണിയും കഴിഞ്ഞ് വരുന്നവർ നോക്കുന്ന ഈ 50 വേണ്ടി വരുന്നതല്ല. അവർ ഈ മുട്ടിപ്പണിയും കഴിഞ്ഞ് ഇവിടെ വരുന്നതാണ്. അവർ വന്ന് നോക്കി കഴിയുമ്പോൾ ചേട്ടാന്നുള്ളൊരു വിളിയുള്ളൂ. ഞാൻ നെയ്യാനാന്ന് ഞാൻ ചോദിക്കും. നമ്മളിപ്പോൾ നെയ്യാൻ നമ്മളത് നമുക്കൊന്നും ഇല്ല. അവർ ഈ പണിയും കഴിഞ്ഞ് വന്ന് ഇത് നോക്കി കഴിയുമ്പോൾ ഈ 50 100 കണ്ട് കഴിയുമ്പോൾ ഏത് മനുഷ്യനെല്ലാം ഞങ്ങൾ കറങ്ങുക. അത് ഈ 50 രൂപ മുടക്കി എടുക്കുന്നതല്ലേ. നമ്മളാരെ കുറ്റം പറയുന്നതല്ല. നമ്മൾ വേറെ ഇവർ ആരെയും കുറ്റം പറയുന്നതല്ല. പക്ഷേ നിസ്സഹായാവസ്ഥയിൽ പോയി. നമുക്കൊന്ന് അവർ വന്ന് നോക്കുമ്പോൾ ചേട്ടാ ഇന്നൊന്നുമില്ലേ, ഈ 50 100 ഉള്ളോ? പിന്നെ ഞാൻ ഡിഗ്രി നോക്കി ചേട്ടങ്ങ് പോവുള്ളൂ. എടുക്കുന്നില്ല. മുമ്പ് കുറേ എടുത്തില്ല. ഞാൻ 5 6 ബ്ലോക്ക് ഇടുന്ന. ആണോ? ഇപ്പം വെറും 3 ബ്ലോക്കായി. 1 2 3 ബ്ലോക്ക് ഒഴിക്കും. അല്ല 6 ബ്ലോക്ക് ഞാൻ ഇടുന്നവനാണ്. 6 ബ്ലോക്ക് ഇടുന്ന ആളാണ്. നേർപ്പതി കച്ചവടമാണ്. ഓക്കെ. ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ എന്താണ്? ഇതിന് സർക്കാർ ഇച്ചിരി 2000 കൊടുക്കണം. പിന്നെ 200 അത് പോയതെല്ലാം പഴയ പോലെ ആക്കിക്കൊണ്ട് ഇച്ചിരി പ്രൈസ് കൂട്ടി കൊടുക്കണം. ഈ 50 എടുത്ത് കളയാം. 50 ഈ ആൾക്കാരുടെ തെറി കേൾക്കേണ്ട ഒരു വല്ല കാര്യമുള്ളൂ. ജനങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു തുടങ്ങി. പിന്നെ എല്ലാവരും ഞാൻ 6 ബ്ലോക്ക് ഇടുന്നതല്ലേ, ഈ 6 ബ്ലോക്ക് ഇടുന്നതല്ലേ. ഇപ്പം എനിക്ക് 3 ബ്ലോക്ക് ആയില്ലേ. ഇത് 1 2 3 ബ്ലോക്കേ ഉള്ളൂ. നമ്മളെന്നാ ചെയ്യുന്നത്? ഇതിലിപ്പോൾ ജൂൺ 9 മുതൽ ഒരു മാറ്റം വരും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിഞ്ഞോളൂ. അങ്ങനെ പറയുന്നുണ്ട്. അതുവരെ തള്ളി നീക്കാൻ പറ്റുമോ? അവരും ഇനിയിപ്പോൾ നമ്മൾ ഓടിക്കാതിരിക്കാൻ പറ്റും. നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയല്ലേ ഇനി വന്നിരിക്കുന്നില്ല, കാണാൻ വേണ്ടിയാണല്ലോ. നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി. വലിയ നഷ്ടമുണ്ടോ? അതായത് പഴയത് വെച്ച് നോക്കുമ്പോൾ ദിവസക്കൂലിയൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഭയങ്കര കുറവാണോ? കമ്മീഷൻ കുറഞ്ഞു പോയല്ലോ. നമ്മളെല്ലാം കമ്മീഷനും കൂട്ടി 2000 വരുത്തി ഇച്ചിരി പ്രൈസൊക്കെ കൂട്ടി കൊടുക്കണം. സാധാരണക്കാരെ ഇവിടെ വന്ന് എടുക്കുള്ളൂ. ഇത് സാമ്പത്തികമുള്ളവരാരും വന്ന് ഇതെടുക്കാൻ അവർ പറഞ്ഞ കാര്യമില്ലല്ലോ. അവർ ഈ പണിയും കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വൈകുന്നേരം കിട്ടുവാണെങ്കിൽ കിട്ടണമെന്ന് ഓർത്ത് അവർ രാവിലെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. വൈകുന്നേരം വന്ന് നോക്കുമ്പം ഒന്നുമില്ല. ഇത്രയും ബുദ്ധിമുട്ട് വന്നത് ഈ ഒരു മെയ് 2 ശേഷമാണോ?
ഈ 50 ആക്കിയതിന് ശേഷമാണ്. ആണല്ലേ? ഓക്കെ. ചേട്ടൻ എത്ര വർഷമായി? ഞാനിപ്പോൾ 6 വർഷമായി. 6 വർഷത്തോളമായി. ഈ 6 വർഷത്തിൽ ഇത്രയും കഷ്ടപ്പാട് ഇപ്പോഴാണ്? കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇപ്പം ഒത്തിരി പുറകോട്ടായിപ്പോയി. കുറവായി അല്ലേ? ഈ നടന്നു വിൽക്കുന്നവരൊക്കെ എങ്ങനെ? അവരും മോശമായിട്ടാണ് പറയുന്നത്. ചേച്ചി എല്ലാം ലോട്ടറിയെല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചത് ആരും വരാത്തോണ്ടാണോ? ലോട്ടറി എടുക്കാൻ ആർക്കും വേണ്ട. 50 രൂപ പ്രൈസ് ആയതുകൊണ്ട് ആർക്കും ടിക്കറ്റ് വേണ്ട. മിച്ചം വരുവാണോ? മിച്ചം വരികയാണ്. അതിന് 50 രൂപയാണ് ലാസ്റ്റ് പ്രൈസ് വരുന്നത്. ഈ 50 രൂപ കൊണ്ട് ഞങ്ങൾ ഈ പ്രൈസ് കിട്ടുന്ന 50 രൂപ നേരത്തേക്ക് 500 1000 ഒക്കെ അടിച്ചു വരുന്നപ്പോൾ 50 രൂപ ആക്കിയേക്കുക. ഈ 50 രൂപ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് കിട്ടുന്നത്. അവിടെ എടുക്കാൻ ആരും എടുക്കത്തില്ല. എടുക്കുകയില്ല. ചോദിക്കുന്നവർ ചോദിക്കും ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് കാപ്പി മേടിച്ച് കുടിക്കാമെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളെ ചീത്ത പറയണോ? ഞങ്ങളെ ചീത്ത പറയാം. ഈ 50 രൂപ ടിക്കറ്റും വെച്ചോണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചോണ്ട് 10 പൈസ പ്രൈസ് മേടിക്കുന്നില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് മഴയും നനഞ്ഞ് എടുത്തുകൊണ്ട് വരുന്ന പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ട് കളത്താൻ ഞങ്ങൾക്കില്ലെന്നാണ് പറയണേ. അതുകൊണ്ട് ഞങ്ങൾ ഞാൻ മിക്കവാറും പണി നിർത്തി വീട്ടിൽ പോകേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം അതേ അവസ്ഥയിലാണ്. ഇപ്പോൾ ഓരോ ദിവസം 1000 2000 ദിവസം പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു നടപടി ഞങ്ങൾക്ക് ചെയ്തു തരണം. അല്ലെ പിന്നെ ഈ പ്രസ്ഥാനം നിർത്തിക്കൊണ്ട് മൊത്തം നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ മൊത്തത്തിൽ തലപ്പത്ത് തന്നെ ഇത് നിർത്തണം ഈ പരിപാടി. ജൂൺ 9 എന്തൊക്കെയോ സർക്കാരിൻ്റെ മാറ്റങ്ങൾ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതുവരെയൊക്കെ തള്ളി നീക്കാൻ പറ്റുമോ? അതൊരു തള്ളി നീക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ ചെയ്യുമെന്ന് പറയാം. ഓരോ ദിവസം ആര് കടം തരും? വായ്പ തരാനുണ്ടോ? ഈ മഴയും പിടിച്ച് സ്കൂളിൽ നിന്ന് കുറക്കുന്ന സമയം. ഈ സമയത്ത് ആരെങ്കിലും ഒരു 10 ദിവസം മറിക്കാൻ പോലും തരിക തിരിച്ച് മറിക്കാൻ. ഇപ്പോൾ ഇന്ന് 2000 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അത് വരുമ്പോൾ 1000 രൂപയാവും. പിന്നെ ആ 2000 രൂപ പിന്നെ അത് കടമായിട്ട് ബാധ്യതയായിട്ട് വരിക. ആ ബാധ്യത കയറുന്തോറും നമ്മൾ ബ്ലേഡുകാരെ പിന്നെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക. ബ്ലേഡുകാരെ സമ്മതിക്കുമോ? നമുക്ക് പൈസ കൊടുക്കണ്ടേ കറക്റ്റായിട്ട്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും നടപടി ഉടനെ തന്നെ എടുത്ത് തരണമെന്ന് ഞാൻ പറയുന്നത്. ചേച്ചി ഇപ്പോൾ എത്ര നാളായി ലോട്ടറി കച്ചവടം? ഞാൻ തുടങ്ങിയിട്ട് ഇത് 3 വർഷത്തോളമായി. ഈ 3 വർഷത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി ഇപ്പോഴാണ് വന്നിട്ടില്ല. ഇല്ല. ഇതിപ്പോൾ ഇങ്ങനെ വരാൻ കാരണം എന്താണെന്നാ ചേച്ചിക്ക് തോന്നുന്നത്? കാരണം പറയുന്നത് ഇപ്പോൾ 50 രൂപ ടിക്കറ്റ് ഒന്നാമത്തെ കാര്യം. ടിക്കറ്റ് 50 രൂപ. പിന്നെ പ്രൈസ് തീരെ ഇല്ല. ആർക്കും പ്രൈസ് കൊടുക്കുന്നില്ല. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇല്ല. എനിക്ക് ഈ കൗണ്ടർ ഇട്ടിട്ട് ഈ 50 രൂപ പൈസ ഇതുവരെ 5000 അടിച്ചിട്ടില്ല. 500 100 50 രൂപ അത് മാത്രമേ അടിക്കുന്നുള്ളൂ. ഈ ഒരുപാട് 100-ൻ്റെയും 50-ൻ്റെയൊക്കെ പ്രൈസുകൾ വന്നു. അതെന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അതുകൊണ്ട് എന്താ ഗുണമിരിക്കുന്നത്? ഒരു ഗുണവുമില്ല. പിന്നെ സർക്കാർ പറയുന്നത് ആദ്യത്തെ 1 2 3 സ്ഥാനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ 2000 ഒക്കെ എടുത്തു കളഞ്ഞ നടപടിയൊക്കെ ജനദ്രോഹമല്ലേ? ദ്രോഹമാണ്. ജനങ്ങളെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അത്. ശരിക്കും അപ്പോൾ ഇതൊരു പരിഹാരം വേണമെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഞാൻ പറയാനുള്ളവരെ ഹോൾസെയിലുടെ മൊത്തം ഒരു ദിവസം ബ്ലോക്ക് ചെയ്യുക. ഹോൾസെയിലർക്ക് എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് എടുക്കാതിരിക്കാൻ പറ്റിയല്ല. ഹോൾസെയിലുടെയാണ് ആദ്യം നിർത്തേണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുന്നത്. ഹോൾസെയിൽ മൊത്ത വ്യാപാരക്കാരെ ഒരു ദിവസം അടച്ചിടുക, ടിക്കറ്റ് നിർത്തലാക്കുക. അല്ലാതെ മുമ്പോട്ട് പോകത്തില്ല. അത് പോകത്തില്ല. ഈ ഹോൾസെയിലുകാർ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണോ വീണ്ടും ഇത് തുടരുന്നത്? വീണ്ടും തുടർന്ന് അവരെടുക്കുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഇത്ര ടിക്കറ്റ് പറഞ്ഞു വെച്ചോക്കും, നമുക്കത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നാണേലും പറ്റുമോ? നമ്മളിപ്പോൾ 100 ടിക്കറ്റ് പറഞ്ഞു, നമ്മളാ ചെന്ന് ആ 100 ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കണം. അത് എല്ലാ ദിവസവും. നാളെ ചെന്ന് നമുക്ക് തരത്തില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു, എന്നാൽ ടിക്കറ്റ് തീർന്നില്ല. നാളെ ഇത് എന്നിട്ട് തരാമെന്ന് വെച്ചാൽ അവർ ടിക്കറ്റ് തരികയില്ല നമുക്ക്. നിങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് തരത്തില്ല എന്ന് പറയണേ. അപ്പോൾ ഈ ഹോൾസെയിലുകാർ അവർക്ക് നഷ്ടമൊന്നുമില്ലല്ലേ? അവർക്ക് വൻ നഷ്ടമാണ്. ഒരു ദിവസം 1 ലക്ഷം രൂപ വരെ നഷ്ടമുള്ള കടക്കാർ ഇവിടെ പറയുന്നുണ്ട്. ആ, അവർക്ക് ഈ ഹോൾസെയിലർ ഇത്രയും ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരുപാട് ടിക്കറ്റ് നഷ്ടം വരുന്നുണ്ട്. ആ, എന്നിട്ട് അവർ തുടർന്ന് ഇങ്ങനെ ഇത് എടുത്തോണ്ടിരിക്കണം. എന്താണ് എടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ ഇപ്പോൾ ജീവിതമാർഗ്ഗം എടുക്കാതിരിക്കാൻ പറ്റും. എപ്പോഴെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷയില്ല നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇന്ന് കിട്ടിയില്ല നാളെയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മളത് ചെയ്യുന്നത്. പക്ഷേ അത് കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോൾ സർക്കാർ ഇതൊന്നൊരു മാറ്റം വരുത്തിയില്ല, വേണ്ടവൻ എടുത്താൽ മതി എന്നൊരു ഭാവമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കാതിരിക്കും, നിർത്തലാക്കും. അപ്പോൾ കുറേ പേരങ്ങ് നിർത്തും. അപ്പോൾ പിന്നെ ടിക്കറ്റ് അടിച്ച് അത്രയും സർക്കാരിന് വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. നമ്മൾ ജനങ്ങൾ ടിക്കറ്റ് എടുത്താലേ ടിക്കറ്റ് പോകുള്ളൂ. ടിക്കറ്റ് എടുക്കത്തില്ല ആൾക്കാർ. ഈ നടന്ന് വിൽക്കുന്നവരും ഒക്കെ എത്തോരം അടുത്ത് നടക്കുന്നവരില്ലേ, അവർക്കൊന്നും 10 പൈസ കിട്ടണ്ടേ? ആർക്കും പ്രൈസ് ഇല്ല. ഈ കൗണ്ടറിൽ അവിടെ 8 10 ഇടുന്ന ഇതുവരെ 5 പൈസ ആർക്കും കിട്ടുന്നില്ല. ഇവിടെ അപ്പോൾ ചേച്ചി നടന്ന് വിൽക്കുന്ന ആൾക്കാർക്കാണോ അല്ലെങ്കിൽ കടക്കാർക്ക് വാടക കൊടുത്തിരിക്കുന്നവർക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടില്ലേ ഇത് മുമ്പോട്ട് പോകുന്നത്? വളരെ. ഞങ്ങൾ കോട്ടയത്തൊക്കെ പലരും ജോലി വരെ നിർത്തി. നമ്മൾ പ്രതികരണങ്ങൾ എടുക്കാൻ പോയ തട്ടുകാർ വരെ ഇപ്പോൾ തട്ടിൽ ലോട്ടറി ഇടുന്നില്ല, അവരൊക്കെ വേറെ ജോലിക്ക് പോകുമെന്നാണ് കേട്ടത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ആയോ? അവസ്ഥയിലാവും. ഇത് നിർത്തലാക്കിയാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പോകും. ആ, ശരി. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നാണ്. മാറ്റം വരുത്തണം. ആ, ഇപ്പോൾ എല്ലാവർക്കും കടമായി പോയി. ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ലാതെ വരും. എല്ലാം മിച്ചമാണ്. ആ, അതായത് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ തള്ളി നീക്കാൻ എല്ലാവരും ഈ പ്രസ്ഥാനം തന്നെ പൂട്ടി പോകും. അതുപോലത്തെ അവസ്ഥകളായിപ്പോയി.
കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസും പണ്ടത്തെ പോലെ പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ? ഒറ്റ ചോദ്യത്തിന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. എല്ലാം മെഷീനല്ലേ? മെഷീനല്ല, പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ? പണ്ട് അങ്ങനെയാണ് എടുപ്പിച്ചിരുന്നത്. അതെ, പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ? പ്രൈസ് അടിക്കുന്നുണ്ടോ ചേട്ടാ? പ്രൈസ് കുറവാണ് ഇപ്പം, 5000 കുറവാണ്. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കൂട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് 5000 കൂട്ടിയാൽ 5000 2000 ഇതൊക്കെ വരുന്നാലേ കാര്യമുള്ളൂ. ഈ 2000 എടുത്ത് കളഞ്ഞ തീരുമാനം അത് ബുദ്ധിമുട്ടാണ് നമുക്കെല്ലാവർക്കും. പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ? ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസും പിള്ളേരെ കൊണ്ട് എടുപ്പിക്കണം. ഓരോ കൂപ്പൺ എടുത്തിട്ട് മെല്ലെ ഓരോ നമ്പർ എടുക്കാം പറ്റുമല്ലോ? അത് സർക്കാർ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമല്ലോ? എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? എന്നാൽ ഈ കമ്പ്യൂട്ടറിൽ അവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നടക്കുള്ളൂ. ഇപ്പം നിലവിൽ പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാൻ നമുക്കൊന്ന് കൃത്യമായിട്ട് അറിയാം. ഇത്ര കാപുട്യം ഇല്ല, അറിയോ? മനസ്സിലായോ? ഇപ്പോൾ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ കൊടുക്കുന്നത് മൊത്തം കാപട്യമാണെന്നാണ് തോന്നുന്നത്. കാപട്യം തന്നെ. അതൊക്കെ കള്ളക്കളിയാണെന്നാണോ പറയുന്നത്? അതെ, കള്ളക്കളി തന്നെ. തെളിവ് വേണോ? എടുക്കുന്നതാണോ? ലോട്ടറി എടുക്കുന്നതാണോ? അതെ. ഇപ്പം എടുക്കാറുണ്ടോ? ഉണ്ട്. ഇപ്പം എന്താണ് ചേട്ടൻ തോന്നുന്നത്? ഇപ്പോൾ വിശ്വാസമുണ്ടോ ലോട്ടറിയിൽ? ഇപ്പോൾ കച്ചവടമൊക്കെ കുറഞ്ഞെന്നാണ് പറയുന്നത്. ലോട്ടറി യാതൊരു വിശ്വാസവും ഇല്ല. എന്താണ് അങ്ങനെ വിശ്വാസം പോകാൻ കാരണം? ഇതിപ്പോൾ നിലവിൽ ഫസ്റ്റ് പ്രൈസ് ഞാൻ പിന്നെ പറയാം. എൻ്റെ അഡ്രസ്സ് വേണേൽ നിങ്ങൾക്ക് തരാം. എൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക്. ചേട്ടന് വിശ്വാസം നഷ്ടപ്പെട്ടല്ലേ? വിശ്വാസം നഷ്ടപ്പെട്ടു. അത് പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാണ്ട് കോടതി പോകാൻ വേണ്ടി ഞാൻ തയ്യാറാകാം. ചേട്ടാ, അപ്പം ഇതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എന്താണെന്ന് സജസ്റ്റ് ചെയ്യാനുള്ളത്? ഘടനയിൽ മാറ്റം വരുത്തുക, 5000 കൂടുതലാക്കുക, 5000 2000 പഴയതുപോലെ തന്നെ 2000 എണ്ണമൊക്കെ കൂട്ടി ഈ 50 രൂപ പ്രൈസ് ഉണ്ട് അവസാനം ഗ്യാരണ്ടി, അത് വേണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ള പ്രൈസുകൾ ഫസ്റ്റ് പ്രൈസ് 1 കോടി ആയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ബാക്കി ഈ 5000 2000 1000 ഒക്കെ എണ്ണം കൂട്ടുവാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം വരും. എല്ലാവർക്കും പ്രൈസ് ഘടനയിൽ മാറ്റം വരുമായിരുന്നു. ഈ ജനങ്ങളുടെ പ്രതികരണം എന്താണ് ഇപ്പോൾ? എല്ലാവരും നമ്മളെ തെറി വിളിച്ച് ചെല്ലുന്നുള്ളൂ, ബാക്കിയെല്ലാം പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും ഇത് വിറ്റ് കൊടുക്കുമ്പോഴത്തേനും അവർ എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല അവർ എടുക്കുന്നത്. എടുത്തു കഴിയുമ്പോൾ ഒന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നേരത്തെ സെറ്റൊക്കെ എടുത്തുകൊണ്ടിരുന്നവർ പൂർണ്ണം എടുക്കുന്നു, ചിലവർ എടുക്കുന്നില്ല, ഒന്ന് നോക്കിയിട്ടും പ്രൈസ് ഇല്ല. അതാണ് കുഴപ്പം. 50 രൂപ അടിച്ചവർ എങ്ങനെയാണ് വന്ന് അത് പ്രൈസ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടിക്കറ്റാണ് എടുക്കുന്നത്? എങ്ങനെയാണ് 50 രൂപ അടിച്ചു കഴിഞ്ഞാൽ എന്താ അവർ ചെയ്യുന്നത്? അടിച്ച ടിക്കറ്റ് തന്നേക്കാൻ പറയുള്ളൂ, അല്ലാതെ വേറൊന്നും പറയില്ല. പൈസയുടെ കാര്യം ചോദിക്കുന്നില്ല. അതെങ്കിലും കിട്ടിയോ എന്നാണിക്കാൻ, അത് വേണ്ടായിരുന്നെന്ന് പറയുന്നവരാ കൂടുതലും. 50ൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 100 രൂപ ഗ്യാരണ്ടി, 100 രൂപ തന്നെ മതി, അതാകുമ്പം കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കമ്മീഷൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നോ? കമ്മീഷനെല്ലാം കുറയ്ക്കുമല്ലേ ഇത്? അതായത് DC ആണെങ്കിലും കുറച്ചു, എല്ലാം കുറവുകളാണ്. എന്ന് വെച്ചാൽ 50ൻ്റെ ടിക്കറ്റിന് ഇച്ചിരി കമ്മീഷൻ കൂട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും സർക്കാരിൽ പ്രതീക്ഷയുണ്ട്, ജൂൺ 9-ാം തീയതി മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. പ്രതീക്ഷയുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് പ്രതീക്ഷിച്ച് എല്ലാവരും ഇരിക്കുന്നു. അതുവരെ തള്ളി നിൽക്കാൻ, അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണമെന്നുള്ളവരാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ ഹോൾസെയിൽ കടയിലുള്ളവരും പറയുന്നത് അങ്ങനെയാണ്. അതുവരെ എങ്ങനെയെങ്കിലും നിൽക്കുക, 9-ാം തീയതി എന്തെങ്കിലും മാറ്റം വരും എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്നു. കടമൊക്കെ എടുക്കുന്നുണ്ടോ? കടമുണ്ട്. അപ്പോൾ സർക്കാരിൽ എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജൂൺ 9 മുതൽ ഒരു മാറ്റം വരട്ടെ എന്നല്ലേ? ഞാൻ പിണറായിയോട് പറയാം. പിണറായി വിജയൻ സാറിനോട് എന്താ പറയാനുള്ളത്? സാറില്ല, അത് ഞാൻ നിലവിൽ സൈലൻ്റായിട്ട് പറഞ്ഞു.